ഒടുക്കം കേന്ദ്രമന്ത്രി അമിത്ഷായും നിർമ്മല സീതാരാമനും പ്രിയങ്കയ്ക്ക് മുന്നിൽ മുട്ടുമടക്കി എന്ന് തന്നെ പറയാം. പ്രിയങ്ക വയനാടിന്റെ MP ആയപ്പോൾ ആദ്യം മുന്നോട്ട് വെച്ചത് ഒരേ ഒരു കാര്യം മാത്രമാണ്. അത് വയനാടിന് അർഹതപ്പെട്ടത് കിട്ടണം എന്നത് മാത്രമാണ്. ഒരു ദുരന്തം കഴിഞ്ഞ നാളിതുവരെയായിട്ട് മോദിയോ മോദിയുടെ ധനമന്ത്രിയോ വയനാടിനായി നൽകേണ്ട കേന്ദ്ര സഹായത്തെ പിടിച്ചു വെക്കുകയാണുണ്ടായത്. ഇവിടെയാണ് പ്രിയങ്ക കന്നിത്തിരി തെളിയിച്ച് പാർലമെന്റിലേക്ക് അകത്തേക്ക് എത്തിയത്. ഇതോടെ പ്രതിപക്ഷത്തിന് മൂർച്ചയുള്ള ഒരു സ്വരം കൂടി ഉണ്ടായി. ഇതോടെയാണ് നിർമ്മല സീതാരാമൻ എന്ന ധനമന്ത്രിക്ക് മുട്ടുമടക്കേണ്ടി വന്നതും. ദുരന്ത ലഘൂകരണ പ്രവർത്തനങ്ങൾക്ക് കേരളത്തിന് 72 കോടി രൂപ കേന്ദ്ര സർക്കാർ ഒടുക്കം അനുവദിച്ചിരിക്കുകയാണ്. ഉത്തരാഖണ്ഡിന് 139 കോടി രൂപയും ഹിമാചൽ പ്രദേശിന് 139 കോടി രൂപയും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് 378 കോടി രൂപയും മഹാരാഷ്ട്രയ്ക്ക് 100 കോടി രൂപയുമാണ് അനുവദിച്ചിരിക്കുന്നത്. അമിത്ഷാ ചെയർമാനായിട്ടുള്ള ഉന്നതാധികാര സമിതിയുടേതാണ് തീരുമാനം. കർണാടകത്തിനും കേരളത്തിനും 72 കോടി വീതവും തമിഴ്നാടിനും പശ്ചിമ ബംഗാളിനും 50 കോടി രൂപ വീതവും അനുവദിച്ചു. സത്യം പറഞ്ഞാൽ ഇത് പ്രിയങ്കയുടെ വിജയമാണ്. വയനാട് ദുരന്തത്തിനുള്ള കേന്ദ്ര സർക്കാർ പാക്കേജ് സമയബന്ധിതമായി അംഗീകരിച്ച് നടപ്പിലാക്കുമെന്നാണ് ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞിരുന്നത്. അത് ഉറപ്പും നൽകി കഴിഞ്ഞിരുന്നു. കേരളത്തിന് ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി പ്രൊഫസർ KV തോമസിനെ പാർലമെന്റിൽ നടന്ന ചർച്ചയിലാണ് ഇക്കാര്യം അറിയിച്ചതും. കേന്ദ്ര സർക്കാരിന്റെ ഉന്നത ഉദ്യോഗസ്ഥരുടെ സംഘം കഴിഞ്ഞ ഓഗസ്റ്റ് 8, 9, 10 തീയതികളിൽ വയനാട് സന്ദർശിക്കുകയും കേരള ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരുമായി ആശയവിനിമയം നടത്തിയതിനു ശേഷം റിപ്പോർട്ട് ആഭ്യന്തരമന്ത്രി, ധനമന്ത്രി, കൃഷിമന്ത്രി എന്നിവരുടെ സബ് കമ്മിറ്റി സമർപ്പിച്ചിട്ടുണ്ട് എന്നും നിർമ്മല സീതാരാമൻ ഇവിടെ അറിയിക്കുകയും ചെയ്തു. കഴിഞ്ഞ വരെ കേരളം ആവശ്യമായ റിപ്പോർട്ടുകൾ നൽകിയില്ല എന്നായിരുന്നു കേന്ദ്രം ഉയർത്തിക്കാട്ടിയത്. പക്ഷെ ഇപ്പോൾ എല്ലാം കിട്ടിബോധിച്ചു എന്ന് നിർമ്മല എന്ന ധനമന്ത്രി എടുത്തു പറയുകയാണ്. അതോടൊപ്പം കേരള സർക്കാരിന്റെയും വിശദമായ റിപ്പോർട്ടുകൾ കേന്ദ്രത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നും അറിയിച്ചു. ഈ റിപ്പോർട്ടുകൾ പരിശോധിച്ച് വയനാടിന് നൽകേണ്ട പ്രത്യേക കേന്ദ്ര സഹായം ഉടൻ പ്രഖ്യാപിക്കുമെന്ന് നിർമ്മല സീതാരാമൻ അറിയിക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല, കേരളത്തിന് കൂടുതൽ കടമെടുക്കുന്നതിനുള്ള അനുവാദം, ദേശീയപാതയുടെ ഭൂമി ഏറ്റെടുക്കേണ്ടതിന് നൽകേണ്ട കേന്ദ്ര സഹായം, വിഴിഞ്ഞം പ്രോജക്റ്റിന് നൽകേണ്ട കേന്ദ്ര സഹായം എന്നിവയെല്ലാം എത്രയും വേഗം ലഭ്യമാക്കുമെന്ന് കേന്ദ്രമന്ത്രി ഉറപ്പും നൽകിയിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, സംസ്ഥാന ധനകാര്യമന്ത്രി KN ബാലഗോപാൽ എന്നിവർ പലവട്ടം കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമനുമായി നടത്തിയിട്ടുള്ള ചർച്ചകളുടെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ഒടുക്കം പ്രിയങ്കയ്ക്ക് മുന്നിലേക്ക് അമിത്ഷാ മുട്ടുമടക്കിക്കൊണ്ട് 72 കോടിയും പ്രഖ്യാപിച്ചത്.